അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരോടാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടവും ഉള്ളത്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ എന്താണ് നാം അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത്? നാം ജീവിക്കുന്ന ഈ ദുനിയാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. നമ്മുടെ സമ്പത്ത് അധികരിപ്പിക്കാൻ, താമസ സൗകര്യം വിശാലമാകാൻ, നമ്മുടെ പരീക്ഷകളിൽ പാസ്സാവാൻ, നമ്മുടെ രോഗങ്ങൾ മാറാൻ, അങ്ങനെ നാം ജീവിക്കുന്ന ഈ ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. എന്നാൽ അത് മാത്രമായി പോകുന്നുണ്ടോ നമ്മുടെ പ്രാർത്ഥന? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് മരണാനന്തര ജീവിതമാണ്. അതാണ് ശാശ്വതമായ ജീവിതം. ഭൂമിയിൽ എത്രത്തോളം സൗകര്യങ്ങൾ നമുക്ക് ലഭിച്ചെന്നിരിക്കലും അതൊക്കെ നശ്വരമാണ്. അതൊക്കെ വിട്ടേച്ച് നാം വിചാരിക്കാത്ത ഒരു കാലത്തും നേരത്തും പോകേണ്ടവരാണ് നാം. എന്നാൽ ഒരിക്കലും അവസാനിച്ചു പോകാത്ത, ഖാലിദീന ഫീഹ അബദ, ഒരിക്കലും അവസാനിച്ചു പോകാത്ത കാലങ്ങൾ നമുക്ക് ജീവിക്കേണ്ടത് പരലോകത്താണ്. അപ്പോൾ ആ പരലോക ജീവിതം പ്രാർത്ഥനകളിൽ എത്രത്തോളം ഉണ്ടാകുന്നുണ്ട് എന്ന് തീർച്ചയായും നാം ചിന്തിക്കണം. അഥവാ നമ്മുടെ ചിന്തയിൽ സന്തുലിതത്വം വേണം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ സന്തുലിതത്വം വേണം, എന്ന പോലെ പ്രാർത്ഥനകളിലും സന്തുലിതത്വം വേണം. അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, ചില ഭൗതികന്മാരായിട്ടുള്ള ആളുകൾ ദുനിയാവിനെ കുറിച്ച് മാത്രമാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ, ഈ ദുനിയാവിലെ നന്മയെക്കുറിച്ച് ചോദിക്കണം, പരലോകത്തെ നന്മയെക്കുറിച്ച് ചോദിക്കണം, നരകശിക്ഷയിൽ നിന്ന് കാവൽ തേടണം എന്നാണ്. അഥവാ ദുനിയാവിലെ ഒരു കാര്യം ചോദിക്കുമ്പോൾ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട, പരലോകവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുക എന്നതാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ചിന്തയോടൊപ്പം പ്രവർത്തനത്തോടൊപ്പം പ്രാർത്ഥനകളെയും സന്തുലിതമായി കൊണ്ടുപോകാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്മകൾ അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.